Okay, all of you mark the attendance. ഇപ്പൊ നമ്മൾ നാലാമത്തെ പാഠമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? പൂക്കാരി എന്ന ഒരു പോയം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ ആ പാഠഭാഗം? യെസ്. അതിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു അല്ലേ? കുറച്ച് പറഞ്ഞു അർത്ഥം. എല്ലാവരും പാടാൻ പഠിച്ചോ? നല്ലപോലെ വായിക്കാൻ പഠിച്ചോ? ഇല്ല? ഓക്കെ, പൂക്കാരി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പൊ അതിന്റെ ആക്ടിവിറ്റീസ് പറയണം അല്ലേ ഇന്ന്? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പാഠം? അപ്പൊ പദങ്ങളുടെ അർത്ഥം, അതിൽ ഫസ്റ്റ് വൺ പദങ്ങളുടെ അർത്ഥം അല്ലെ? അർത്ഥം പഠിക്കാം എന്നാണുള്ളത്. ആരാമം, പൂന്തോട്ടം. ആരാമം, പൂന്തോട്ടം. നിങ്ങൾ നോട്ടിലേക്ക് ഇന്ന് അത് പകർത്തി എഴുതണം. ഇപ്പൊ അല്ല, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അതായത് മൂന്നാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻസ് എഴുതിയതിന് ശേഷമാണ് ഇത് എഴുതേണ്ടത്. അർത്ഥവും പര്യായപദവും ഒക്കെ എഴുതണം ഇതിന്റെ ഒക്കെ. അപ്പൊ അതിൽ ആരാമം പൂന്തോട്ടം, ചിത്തം മനസ്സ്, ഗാനകല്ലോലം ഗാനമാകുന്ന തിര, പീയൂഷം അമൃത്, തെന്നൽ ഇളം കാറ്റ്, കുടിക്കുക അല്ലെ? തെന്നുകരോ കുടിക്കുക. മുകുളം പൂമൊട്ട്, മാലിക മാല, മാനസോല്ലാസദായിക മനസ്സിന് മേഷം നൽകുന്നവൾ അല്ലെ? മാനസോല്ലാസദായിക ഉല്ലാസം തരുന്നവൾ എന്നർത്ഥം. നെക്സ്റ്റ് പദങ്ങള് പിരിച്ചെഴുതാനാണ്. പച്ച പുൽക്കൊടി, പച്ച അധികം പുൽക്കൊടി, അധികം എന്നുള്ള ചിഹ്നൂടാണ് പ്ലസ്. പുൽക്കൊടി തുമ്പ്, പുൽക്കൊടി പ്ലസ് തുമ്പ്. കല്ലോലത്തിൽ അലിയുക, കല്ലോലത്തിൽ പ്ലസ് അലിയുക. നന്മലർ, നല് പ്ലസ് മലർ, നന്മലർ. അടുത്തത് മാനസോല്ലാസം, മാനസ പ്ലസ് ഉല്ലാസം, മാനസോല്ലാസം. Good afternoon, Miss. Good afternoon. ഓക്കെ, നെക്സ്റ്റ് ആസ്വദിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിന്റെ ഫുൾ മീനിങ് അതിൽ പറയുന്നുണ്ട്. ആരാമത്തിന്റെ രോമാഞ്ചം, മനുഷ്യന് സന്തോഷം വർദ്ധിക്കുമ്പോൾ എന്ത് രോമാഞ്ചം ഉണ്ടാകാറുണ്ട്. രോമം എഴുന്നു നിൽക്കുന്ന അവസ്ഥയാണല്ലോ രോമാഞ്ചം. പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് പൂന്തോട്ടത്തിന്റെ രോമാഞ്ചമായി കവി സങ്കല്പിക്കുന്നു. ആ രോമാഞ്ചം കോർത്തിണക്കിയ മാലയാണ് പൂക്കാരിയുടെ കുട്ടയിലും കടയിലും ഉള്ളത്. ഓക്കെ, അത്രയാണ് അതിന്റെ ഫസ്റ്റ് ആരാമത്തിന്റെ രോമാഞ്ചം എന്നുള്ളതിൽ വിവരിച്ചു തന്നിട്ടുള്ളത്. നെക്സ്റ്റ് പച്ചപ്പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചു മാണിക്യക്കല്ലുകൾ. ഇവിടെ മാണിക്യക്കല്ലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിനെയാണ്? മഞ്ഞുതുള്ളികളെ അല്ലെ? പ്രഭാതത്തിലെ മഞ്ഞുതുള്ളികളെയാണ് മാണിക്യക്കല്ലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്താ? ഉദയസൂര്യന്റെ പ്രകാശം, അതായത് വെയില്. ഉദയസൂര്യന്റെ രാവിലത്തെ പ്രഭാത സൂര്യന്റെ വെയിൽ തട്ടുമ്പോൾ എന്തുണ്ടാവുന്നേ? മഞ്ഞുതുള്ളികളെ ചുമപ്പ് നിറം കലരും. അപ്പോൾ അത് മാണിക്യം പോലെ ചുവന്ന രക്തം അല്ലെ? മാണിക്യം പോലെ തോന്നും. ചുമപ്പ് നിറമുള്ള രക്തമാണ് മാണിക്യം. പച്ച നിറമുള്ള പുൽക്കൊടി തുമ്പിലാകുമ്പോൾ ചുമപ്പിന് എന്ത് ചെയ്യും? ഭംഗി കൂടും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ചിത്തം ഗാനകല്ലോലത്തിൽ അലിയുന്നു. ശബ്ദം അലകളായിട്ട്, അലകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശബ്ദ തരംഗങ്ങൾ ആണ് സഞ്ചരിക്കുന്നത്. മാല വേണോ എന്ന പൂക്കാരിയുടെ ശബ്ദം അഥവാ പാട്ട് അകലെ നിൽക്കുന്ന കവിയുടെ കാതിലേക്ക് അലയടിച്ചെത്തുകയാണ്. അവൾ അടുത്തു വരുംതോറും പാട്ട് ഉച്ചത്തിലാവുന്നു. സമുദ്രതീരത്തേക്ക് അടുക്കുംതോറും തിരയുടെ ശബ്ദം വർദ്ധിക്കുന്ന പോലെ. പേജ് നമ്പർ 18 കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇവിടെ കണ്ടില്ലേ എല്ലാവരും? അപ്പൊ സമുദ്രതീരത്തേക്ക് അടുക്കുംതോറും തിരയുടെ ശബ്ദം വർദ്ധിക്കുന്നത് പോലെയാണ് പൂക്കാരിയുടെ ശബ്ദം ആരുടെ? കവിയുടെ കാതുകളിലേക്ക് അലയടിച്ചെത്തുന്നത് എന്നാണ് പറയുന്നത് കവി. നെക്സ്റ്റ് ഗാനമാലികയെ വെൽക. ഗാനമാകുന്ന മാലിക എന്ന് വർണ്ണിക്കുന്നത് മാനസോല്ലാസദായികയെ, മനസ്സിന് ഉല്ലാസം നൽകുന്നവളായ പൂക്കാരി പെൺകുട്ടിയെയാണ്. കാണുന്നവരുടെ മനസ്സിന് ഉല്ലാസം നൽകുന്ന ബാലികയാണ് അവൾ, അതായത് അവള് സുന്ദരിയാണ് എന്നർത്ഥം. പൂമാലയും അത് പിടിച്ചിരിക്കുന്നവളും ഒരുപോലെ അഴകുള്ളവളാണ്. പ്രത്യേകിച്ച് പറയുന്നുണ്ട്, പൂമാലയും അത് പിടിച്ചിരിക്കുന്നവളും ഒരുപോലെ അഴകുള്ളവളാണ്, സുന്ദരിയാണെന്ന് അർത്ഥം.
പിന്നെന്താ പറഞ്ഞേ? നന്മലരായി വിരിഞ്ഞിട്ടില്ലാത്ത പൊന്മുകളം. എന്താണ് അങ്ങനെ പറഞ്ഞ? ഭംഗിയേറിയ ഒരു പൂമൊട്ട് പോലെ ഞാൻ ആര്? മാല വിൽപ്പനക്കാരി. വിരിഞ്ഞ പൂവ് യൗവനാവസ്ഥയെ സൂചിപ്പിക്കുന്നു. മൊട്ടാകട്ടെ ബാല്യദശയെ സൂചിപ്പിക്കുന്നു. തിന്മതൻ നിഴൽ തീണ്ടിടാതുള്ള നിർമ്മലത്വം. ചീത്ത വിചാരം ഒട്ടും തന്നെ കടന്നെത്താത്ത മനസ്സാണ് ആരത്? ബാലികയുടേത്. പ്രായമെത്തിയവരിലാണല്ലോ ദുർവിചാരങ്ങൾ ഉണ്ടാവുക. നിർമ്മലത്വം, അഴുക്കില്ലാത്ത അവസ്ഥ. അതായത് നിഷ്കളങ്കരാണ് കുട്ടികൾ അല്ലെ. പൊട്ട വിചാരങ്ങളൊന്നും ഇല്ലാത്ത നല്ല കുട്ടികളാണ് എന്നർത്ഥം. അപ്പോ നിഷ്കളങ്കരാണ് എന്നർത്ഥം. അതാണ് നിർമ്മലത്വം എന്ന് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞേ? പൂക്കാരി പുണ്യശാലിനി ആയതുകൊണ്ടാണ് അവളെ കവി ധന്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. വാസന്തശ്രീ നിൻ പിഞ്ചു കയ്യിൽ ഒതുങ്ങിയോ. വാസന്തശോഭ മുഴുവൻ അവളുടെ കയ്യിൽ ഒതുങ്ങിയതായി വർണ്ണിക്കുന്നു. പൂമാല എന്ന് പറയാതെ വാസന്തശ്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസാധാരണമായ ഭംഗി സൂചിപ്പിക്കാനാണ് അങ്ങനെ സൂചിപ്പിച്ചത്. സുഗന്ധവും ഉണ്ടല്ലോ പൂമാലയ്ക്ക്. വസന്തകാലത്തിന്റെ പുഞ്ചിരിയാണത് എന്നാണ് അതിന്റെ മീനിങ് ആണ് അവിടെ പറഞ്ഞത് കേട്ടോ. പാഠഭാഗത്തിന്റെ നിങ്ങൾക്ക് അത് വായിച്ച നല്ലതുപോലെ മനസ്സിലാവും പാഠത്തിന്റെ അർത്ഥം. നെക്സ്റ്റ് എന്താണ്? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം എന്നാണ്. നോക്കട്ടെ നിങ്ങൾക്ക് പാഠഭാഗം മനസ്സിലായോ എന്ന്. എന്തിനാണ് ആരാമത്തിന്റെ രോമാഞ്ചം എന്ന് പറയുന്നത്? എന്തിനാണ് ആരാമത്തിന്റെ രോമാഞ്ചം എന്നിവിടെ കവി വിശേഷിപ്പിച്ചത്? പൂക്കൾ എഴുന്നേറ്റ് വിരിഞ്ഞു നിൽക്കുന്നത്. പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതാണ് പൂന്തോട്ടത്തിന്റെ രോമാഞ്ചമായി കവി വർണ്ണിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പം പറഞ്ഞത് ഇവിടെ ആരാമത്തിന്റെ രോമാഞ്ചം കണ്ടോ? ആസ്വദിക്കേണ്ട ഭാഗങ്ങളിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാൻസയിൽ വരുന്ന ഭാഗം ഇത്. അതിലിതാ ഇവിടെ വിശദീകരണം തന്നെ തന്നിട്ടുണ്ട്. മനുഷ്യന് സന്തോഷം പറഞ്ഞു. ഞാൻ ഇപ്പൊ വായിച്ചത്. അപ്പൊ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതാണ് പൂന്തോട്ടത്തിന്റെ രോമാഞ്ചമായി കവി പറയുന്നത് അല്ലെ. അതാണ് അതിന്റെ ആൻസർ എഴുതേണ്ടത്. എങ്ങനെ എഴുതണം? എന്തിനാണ് ആരാമത്തിന്റെ രോമാഞ്ചം എന്ന് പറയുന്നത് എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ ആൻസർ ചെയ്യാ? നിങ്ങൾ സ്വന്തം ചെയ്യോ അല്ല ഞാൻ എഴുതരണോ? ഓക്കെ, എങ്ങനെ എഴുതണ്ടെന്ന് അറിയോ? പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതിനാണ് പൂന്തോട്ടത്തിന്റെ രോമാഞ്ചമായി, അതായത് ആരാമം എന്ന് പറഞ്ഞ അർത്ഥം പൂന്തോട്ടം. ആരാമത്തിന്റെ രോമാഞ്ചമായി ഇവിടെ കവി പറയുന്നത് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ? ഒന്ന് വായിച്ചാരെങ്കിലും. മഞ്ഞുതുള്ളികൾ എന്ന് പറയുന്നതിന് പകരം കവി ഏത് പദമാണ് പ്രയോഗിച്ചത്? എന്ന് പറയുന്നതിന് പകരം മഞ്ഞുതുള്ളികളിൽ ചുവപ്പ് നിറം കളരുമ്പോൾ അത് ആൻസർ. മഞ്ഞുതുള്ളികൾ എന്ന് പറയുന്നതിന് പകരം കവി ഇവിടെ ഏത് പദമാണ് പ്രയോഗിച്ചത് എന്നാണ് ചോദ്യം. പച്ചപ്പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്യ കല്ലുകൾ എന്നാണ് മഞ്ഞുതുള്ളികൾക്ക് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഓക്കെ, ക്ലിയർ ആണോ അത്? ആൻസർ രണ്ടാമത്തെ. നെക്സ്റ്റ് മൂന്നാമത്തത്. തെന്നലിലൂടെ വന്നിടുന്നുണ്ടെന്ന ആനന്ദം. ഇവിടെ ആനന്ദമായി വർണ്ണിക്കുന്നത് എന്തിനെയാണ്? ഇവിടെ കവി ആനന്ദമായി വർണ്ണിക്കുന്നത്? തെന്നലിലൂടെ വന്നു എന്നാണ് പറയുന്നത്. എന്ത്? പൂക്കാരിയുടെ ശബ്ദം അല്ലെ. പൂ വേണോ എന്ന പൂക്കാരിയുടെ ശബ്ദത്തെയാണ് എന്ത്? തെന്നലിലൂടെ വന്നിട്ടുണ്ടെന്ന ആനന്ദം എന്ന് കവി പറയുന്നത് അല്ലെ, വർണ്ണിക്കുന്നത്. ഓക്കെ, അതാണ് 3 ക്വസ്റ്റ്യൻ ഉള്ളത്. നെക്സ്റ്റ് നാലാമത്തെ എന്താ? ആശയഭംഗി വെളിപ്പെടുത്തുക എന്നാണ് ചോദ്യം അല്ലെ. എന്താണ് ആശയഭംഗി? ഉത്തമേ നിൻ മുഖത്തു നോക്കുമ്പോൾ എത്ര ചിത്തം തുടിച്ചിടാ എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് നിങ്ങൾ ആശയഭംഗി വിശദീകരിക്കുക, അതിന്റെ വെളിപ്പെടുത്തുക? മനസ്സിലായോ അത് എങ്ങനെയാണ് എഴുതണ്ടേന്ന്? ഉത്തമേ നിൻ മുഖത്തു നോക്കുമ്പോൾ എത്ര ചിത്തം തുടിച്ചിടും. ഉത്തമയായ നിന്റെ മുഖത്ത് നോക്കുമ്പോൾ എൻ്റെ ചിത്തം, മനസ്സ് തുടിച്ചിടുക പറഞ്ഞ സന്തോഷം കൊണ്ട് വരുന്നത് അല്ലെ, തുടിക്കുക. അപ്പൊ അത് ഏകദേശം നിങ്ങൾക്ക് ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി എഴുതാൻ പറ്റില്ലേ? ഇത്രയും ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. എവിടെ? നമ്മുടെ ആസ്വദിക്കേണ്ട ഭാഗങ്ങളുണ്ട്.
അത് വായിച്ചാൽ തന്നെ നല്ലതുപോലെ അത് എഴുതാൻ പറ്റും. ഓക്കെ, അത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ എഴുതണമെങ്കിൽ എഴുതരാം. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ രീതി പറയുന്നത് എന്താ? ഓമനക്കുട്ടൻ ഗോവിന്ദൻ നമ്മ പഠിച്ച ഓർമ്മയുണ്ടോ? അത് പഴയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഓർമ്മയുണ്ടാവില്ല അല്ലെ മിസ്സേ? അങ്ങനെയാണ് കാര്യം. ഉണ്ട്. ഉണ്ടോ? ഓമനക്കുട്ടനാ? അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ, ഭാഗ്യം അല്ലേ? നമ്മ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സില്, അതായത് 6ാം ക്ലാസ്സില്. ഓക്കെ, ആ രീതിയിലാണ് ഇത് ചൊല്ലേണ്ടതെന്നാ പറഞ്ഞത്. ഇങ്ങനെ ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂട്ടാതെ കാമിനി മണിയമ്മ തന്നങ്ങ് സീമേനി ചെന്നു കേറിനാൻ. ഒപ്പത്തിലുള്ള കുട്ടികളൊരു 32 പേരുണ്ട്. ഓക്കെ, അപ്പോ ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ട് ആർക്കെങ്കിലും? ജുവാന അറിയുന്നുണ്ട്, ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ രീതിയിലാണ് ഇതും ചൊല്ലേണ്ടത്. നിങ്ങൾ ചൊല്ലി നോക്കിക്കോട്ടോ. ആരാമത്തിന്റെ രോമാഞ്ചം എന്ന ഈ പോയ ഒന്ന് ചൊല്ലി നോക്കണേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ന രീതിയിൽ തന്നെ പൂക്കാരി എന്ന കവിതയും ചൊല്ലി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? എങ്ങനെയാ പാടേണ്ടത് നേരം? അതേ രീതിയിൽ ഇങ്ങനെ പാടി നോക്കണം. ആരു വാങ്ങുമിന്നാരു വാങ്ങുമി ആരാമത്തിന്റെ രോമാഞ്ചം, പച്ചപ്പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്യ കല്ലുകൾ. ആ ഒരു രീതിയിൽ പാടി നോക്ക് കേട്ടോ. എനിക്ക് പാടാൻ അത്ര വശമില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ പാടാത്തെ. ഓക്കെ, നെക്സ്റ്റ് അനുബന്ധ പ്രവർത്തനങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത് അല്ലേ? എന്താണ്? ചങ്ങമ്പുഴയുടെ പ്രശസ്തമായ ഈരടികൾ ശേഖരിക്കുക. ഈരടികളോ എന്ന് വെച്ചാൽ എന്താ? വരികള്, പദ്യശകലങ്ങള്, കുറച്ച് വരികൾ കേട്ടോ, ഈരടികൾ എന്ന് പറഞ്ഞ. അപ്പോ ചങ്ങമ്പുഴയുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഏതൊക്കെയോ വരികൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഒന്ന് മലര് അല്ലേ? പറഞ്ഞോ, വന്നോട്ടെ. നമ്മള് പഠിച്ചില്ലേ ചങ്ങമ്പുഴയുടേത്? ചായയിലാടുമണിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ഓക്കെ, മലരേണിക്കാടുകൾ അദ്ദേഹത്തിന്റെ അല്ലേ? ഓക്കെ, അങ്ങനെ കുറച്ച് വരികൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശേഖരിക്കുക. ഓക്കെ, ചെയ്യണേ. ഈ 2 പേർക്കിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്യണേ. നെക്സ്റ്റ് ചങ്ങമ്പുഴയുടെ മുഴുവൻ കൃതികളുടെയും പേരുകൾ അന്വേഷിച്ച് ഒരു പട്ടിക തയ്യാറാക്കുക കേട്ടോ. നിങ്ങൾ ഒന്ന് അത് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റും ചങ്ങമ്പുഴയുടേത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു വർക്ക് നിങ്ങൾ എല്ലാവരും ചെയ്യണേ. അപ്പൊ നമ്മുടെ ആ ഒരു പൂക്കാരി എന്ന പോയം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഫിനിഷ് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തം എഴുതുമെങ്കിൽ എഴുതണം, അല്ലെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും എഴുതുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് 3ാമത്തെ പാഠത്തിന്റെ നോട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരണം, ചെയ്തു തരാത്തവര്. പിന്നെ 4ാമത്തെ പാഠവും ഇനി ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ 4ാമത്തെ പാഠത്തിന്റെയും ഇതൊക്കെ എഴുതണം. ഇത് ക്വസ്റ്റ്യൻസിന് മാത്രം നോട്ടിലേക്ക് എഴുതിയാൽ പോരാ, പദങ്ങളുടെ അർത്ഥം, പദങ്ങൾ പിരിച്ചെഴുതുക. നെക്സ്റ്റ് എന്താണ്? ഇത് വേണ്ട കേട്ടോ, ആസ്വദിക്കേണ്ട ഭാഗങ്ങളുടെ ഭാഗം വേണ്ട. ഓക്കെ, അത്രയും കാര്യങ്ങൾ നോട്ടിലേക്ക് നിങ്ങളെ പകർത്തി എഴുതുക. ഓക്കെ, ആ ഒരു പാഠം നമുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ 2 പാഠം നമ്മളിപ്പം അല്ല, എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു പാഠമായി അല്ലേ? അല്ല, 2 പാഠമാണ്, ഒരു പാഠം. ഓക്കെ, ആ ഒരു പാഠത്തിന് നല്ല വൃത്തി പഠിച്ചു വെക്കുക. ഒരു ദിവസം എക്സാം കേട്ടോ. നമ്മുടെ 3 പാഠം കംപ്ലീറ്റ് എക്സാമിന് വന്നതല്ലേ? 1, 2, 3 3 ലെസൺ, അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി വരെ. ക്ലിയർ അല്ലേ? അപ്പൊ പൂക്കാരി എന്ന പോയം, അതായത് 4ാമത്തെ പോയത്തിന്റെ ഒരു എക്സാം ഇടുന്നു. ഇത് കഴിഞ്ഞിട്ടിടാന്ന് ഞാൻ വിചാരിക്കുന്നത്, പക്ഷെ നിങ്ങൾ ചിലപ്പോ അതിന്റെ ഇടയിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇന്ന് 5ാമത്തെ പാഠാണ്. എന്ത് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ക്ലിയോപാട്രയുടെ നാട്ടിൽ.
ക്ലിയോപാട്രയുടെ നാടിനറിയോ നിങ്ങൾക്ക്? ക്ലിയോപാട്ര കഥ എവിടെയോ കേട്ടിട്ടുണ്ട് മിസ്സേ. പേര് അത് സോപ്പിന്റെ പേരല്ലേ? ക്ലിയോപാട്രയുടെ മിസ്സേ, ക്ലിയോപാട്ര എന്ന് പറഞ്ഞ ഒരു രാജ്ഞിയല്ലായിരുന്നോ? ആ അത് തന്നെ. ഓക്കെ, അപ്പൊ കേട്ടിട്ടുണ്ട് മിസ്സേ. അവരുടെ നാടേതാ? അലക്സാണ്ട്രിയ നഗരാണ് അല്ലെ? അലക്സാണ്ട്രിയ. ഓക്കെ, നല്ലൊരു പാഠാണ്. നമുക്ക് നോക്കാം അല്ലെ? ക്ലിയോപാട്രയുടെ നാട്. അപ്പൊ അലക്സാണ്ട്രിയ നഗരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അലക്സാണ്ട്രിയ എന്തൊരു ആകർഷകമായ പേര്. കേൾക്കുന്നില്ലേ മക്കളെ വൃത്തിക്ക്? കേൾക്കുന്നുണ്ട്. എന്തൊരു ആകർഷകമായ പേര്. ഈ പേര് ഉച്ചരിക്കുമ്പോൾ ഒരു നർത്തകിയുടെ കാൽച്ചിലക്ക കിലുക്കം കേൾക്കും പോലെ ഇല്ലേ? കൗമാരകാലം മുതൽക്കേ എൻ്റെ അന്തരംഗത്തിൽ കൗതുക സ്വപ്നങ്ങൾ അണിയിച്ച ഒരു പേരാണ് അലക്സാണ്ട്രിയ. പിന്നീട് ക്ലിയോപാട്രയെ പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അലക്സാണ്ട്രിയയോടുള്ള അനുരാഗം വർദ്ധിച്ചു. എൻ്റെ ആരാധനാപാത്രമായ ക്ലിയോപാട്രയുടെ നഗരിയാണ് അലക്സാണ്ട്രിയ. ആ അത്ഭുത നഗരിയിൽ ഒന്ന് കാലുകുത്താൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളും കാഴ്ചകളും കണ്ടു തീർത്തപ്പോൾ നിരാശയാണ് അനുഭവപ്പെട്ടത്. അഴുക്കും ദുർഗന്ധവും കച്ചവട തിരക്കും കൊണ്ട് അലങ്കോലപ്പെട്ട അലക്സാണ്ട്രിയയാണ് ഇന്ന് നിങ്ങളെ എതിരേൽക്കുന്നത്. ക്ലിയോപാട്രയുടെ മോതിരക്കല്ലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന അറബി നിങ്ങളെ സമീപിക്കുമ്പോൾ മാത്രമേ വിശ്വമോഹിനിയായ ക്ലിയോപാട്രയുടെ പേര് നിങ്ങൾ കേൾക്കുകയുള്ളൂ. 18-ാം വയസ്സിൽ ടോളമി രാജവംശവരമ്പിലെ 7ാമത്തെ കിരീടമണിഞ്ഞ ക്ലിയോപാട്ര മഹാറാണി മാറിലൊരു കൊമ്പൻ അണലിസർപ്പത്തെ കൊണ്ട് കടിപ്പിച്ച് മരണം വരിച്ചിട്ട് 2000 സംവത്സരങ്ങൾ കഴിഞ്ഞു. ക്ലിയോപാട്രയുടെ അലക്സാണ്ട്രിയ സഹസ്രാബ്ദങ്ങളിലെ സ്വപ്ന തരംഗങ്ങളിൽ അന്തരിച്ചു പോയി. ക്ലിയോപാട്രയുടെ ശവകുടീരം എവിടെയാണെന്ന് ഇതേവരെ അറിവായിട്ടില്ല. മരണത്തിന് ശേഷം 2000-ഓളം ആണ്ടുകൾ കഴിഞ്ഞിട്ടും ആ വിചിത്ര വനിത ചരിത്രകാരന്മാരെയും ആരാധകരെയും വഞ്ചിച്ചുകൊണ്ട് എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു. ലോക ചരിത്രത്തിലെ വനിതകളിൽ ഒരു അത്ഭുത സൃഷ്ടി തന്നെയായിരുന്നു ക്ലിയോപാട്ര. ക്ലിയോപാട്രയെ പറ്റി പറയുമ്പോൾ ഒരു പരമാർത്ഥം പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു. അവൾ ഒരു പ്രകാരത്തിലും ഈജിപ്തുകാരി ആയിരുന്നില്ല. അവൾ മാസിഡോണിയൻ വെള്ളക്കാരിയായിരുന്നു. ക്ലിയോപാട്രയുടെ ദേഹപ്രകൃതിയെ പറ്റി ഊഹിച്ചെടുക്കുകയേ നിവൃത്തിയുള്ളൂ. എങ്കിലും ചില നിഗമനങ്ങൾ ശരിയായിരിക്കും. അധികം ഉയരമില്ലാത്ത, കൃശമല്ലാത്ത, എന്നാൽ തെല്ലൊന്നുരുണ്ട ശരീരം, വെളുത്ത നിറം, കറുത്ത തലമുടി, നീല കരിമിഴികൾ, നീണ്ട അറ്റം വളഞ്ഞ നാസിക, അങ്ങനെ ആകെപ്പാടെ സുന്ദരി എന്ന് പറയാമെങ്കിലും അവളുടെ ദേഹം ലഘുവായിരുന്നു. ശബ്ദമാധുരിയായിരുന്നു ക്ലിയോപാട്രയുടെ വേറൊരു സിദ്ധി. അവൾക്ക് നാനാഭാഷകൾ വശമുണ്ടായിരുന്നു. എത്യോപ്യക്കാരോടും സിറിയക്കാരോടും അറബികളോടും ഹീബ്രുക്കളോടും ടോഗ്ലോലൈറ്റുകളോടും മീതുക്കളോടും പാർത്യക്കാരോടും എല്ലാം അവരുടെ തന്നെ ഭാഷകളിലാണ് അവൾ സംഭാഷണം ചെയ്തിരുന്നത്. അവൾ സീസറുടെ പത്നി എന്ന നിലയിൽ തന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. സീസർ വധിക്കപ്പെട്ട ശേഷം മാർക്ക് ആന്റണിയെ വിവാഹം കഴിച്ചു. ആന്റണിയുടെ അന്ത്യം വരെ അവനോടൊത്ത് ജീവിച്ചു. അവൾ 4 സന്താനങ്ങളുടെ മാതാവായിരുന്നു. ക്ലിയോപാട്ര നല്ല നർമ്മബോധം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അവൾ അസാമാന്യമായ സൂത്രശാലിയുമായിരുന്നു. ഒരിക്കൽ അവളും സീസർ ചക്രവർത്തിയും തമ്മിൽ ഒരു വാദ് നടന്നു. ഈജിപ്തിലെ മഹാറാണിയും റോമാ ചക്രവർത്തിയും എന്ന നിലകളിൽ തന്നെ. കൂടുതൽ ചെലവ് വരുന്ന ഒരു നേരത്തെ ഭക്ഷണം ആർക്കാണ് ഒരുക്കാൻ കഴിയുക എന്നതായിരുന്നു പന്തയം. നാനാ വിഭവ സമൃദ്ധമായ ഒരു വിരുന്ന് റോമാ ചക്രവർത്തി തരപ്പെടുത്തി. പിറ്റേന്ന് ക്ലിയോപാട്രയുടെ ഊഴമായിരുന്നു. അത് ലളിതമായിരുന്നു. എന്നാൽ വിരുന്നിലെ പാനീയം വിലമതിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. തന്റെ കർണാഭരണത്തിലെ അമൂല്യമായ മുത്തെടുത്ത് സുർക്കയിൽ അലിയിച്ച് തന്റെ കർണാഭരണത്തിലെ അമൂല്യമായ മുത്തെടുത്ത് സുർക്കയിൽ അലിയിച്ച് റോമാ ചക്രവർത്തിക്ക് കുടിക്കാൻ കൊടുത്ത് മഹാറാണി പന്തയം ജയിച്ചു. അർദ്ധരാത്രി വേഷപ്രച്ഛന്നയായി നഗരവീഥികളിൽ വിഹരിക്കുന്നതും കണ്ടവരുടെ വീടുകളിൽ ചെന്ന് കയറി വാതിലിൽ മുട്ടി ആളുകളെ വിളിച്ചുണർത്തി അവർ വാതിൽ തുറക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടി മറയുന്നതും അവളുടെ പ്രിയപ്പെട്ട നിശാവിനോദങ്ങളിൽപ്പെട്ട ഒരു പരിപാടിയായിരുന്നു.
അങ്ങനെയുള്ള ക്ലിയോപാട്ര മഹാറാണിയുടെ നഗരമായിരുന്നു അലക്സാണ്ട്രിയ. ഓക്കെ, ഈ അലക്സാണ്ട്രിയയെ പറ്റി നമ്മളിപ്പം വായിച്ചു അല്ലെ, ഒരുപാട് ക്ലിയോപാട്രയെ പറ്റിയും പറഞ്ഞു. പക്ഷെ ഇവിടെയൊക്കെ എന്റെ സങ്കല്പത്തിലേന്ന് പറഞ്ഞ് കുറെ പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. ആരാണ് ഈ ഞാൻ ഇതിൽ വായിച്ച സമയത്തുള്ള? എസ്.കെ. പൊറ്റക്കാട്. ഓക്കെ, വെരി ഗുഡ്. എസ്.കെ. പൊറ്റക്കാടായിരുന്നു അല്ലെ. അപ്പൊ എസ്.കെ. പൊറ്റക്കാടാണ് ഇത് എഴുതുന്നത് അല്ലെ. എസ്.കെ. പൊറ്റക്കാട് ആരായിരുന്നു എന്ന് അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? സഞ്ചാര കവിയായിരുന്നു. ഓക്കെ, സഞ്ചാര സാഹിത്യകാരനായിരുന്നു അല്ലെ. ഓക്കെ, മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ സഞ്ചാര സാഹിത്യകാരനാണ് ആര്? എസ്.കെ. പൊറ്റക്കാട്. അപ്പൊ നോവലിസ്റ്റ്, കഥാകൃത്ത്, കവി എന്നീ നിലകളിലും പ്രസിദ്ധൻ. 1913 മാർച്ച് 14 കോഴിക്കോട് ജനിച്ചു. ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന് ഭാരതീയ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഒരു ദേശത്തിന്റെ കഥ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സഞ്ചാര സാഹിത്യ കൃതിയാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ ചങ്ങമ്പുഴയുടെ, എസ്.കെ. പൊറ്റക്കാട് ഇങ്ങനത്തെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കണം കേട്ടോ മക്കളെ. നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ കുറെ, ഇവിടെയുണ്ട്. ഓക്കെ, അപ്പൊ ഭാരതീയ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഒരു തെരുവിന്റെ കഥ, വിഷകന്യക, പുള്ളിമാൻ, കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി തുടങ്ങിയ നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. 1982 അന്തരിച്ചു അല്ലെ എസ്.കെ. പൊറ്റക്കാട്. അപ്പൊ എസ്.കെ. പൊറ്റക്കാടിനാണ് എസ്.കെ. പൊറ്റക്കാടിൻ്റെതാണ് ഇതല്ലേ. അപ്പൊ നമുക്ക് അതിന്റെ അനുബന്ധം പറയുന്നുണ്ട്. കണ്ടോ നിങ്ങള് ഇവിടെ തന്നെ ഈ പാഠത്തിന്റെ എന്തെങ്കിലും അവിടെ യശശരീരനായ എസ്.കെ. പൊറ്റക്കാടിന്റെ ആഫ്രിക്ക എന്ന യാത്രാ വിവരണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണിത് അല്ലെ. ആഫ്രിക്ക എന്ന യാത്രാ വിവരണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെ. അതിലെന്താ പിന്നെന്താ പറയുന്നത് നോക്കിയേ. BC 51 പിതാവിന്റെ മരണത്തെ തുടർന്ന് ക്ലിയോപാട്ര ഇളയ സഹോദരനോടൊപ്പം ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുത്തു. അലക്സാണ്ട്രിയയിലെത്തിയ ജൂലിയസ് സീസറുമായി സൗഹൃദത്തിലായി. ക്ലിയോപാട്രയുമായി പിണങ്ങിയ സഹോദരനെ വധിച്ച് സീസർ ക്ലിയോപാട്രയെ തന്റെ ഭാര്യയാക്കി റോമിലേക്ക് കൊണ്ടുപോയി. എന്നാൽ സീസറുടെ മരണശേഷം ക്ലിയോപാട്ര വീണ്ടും ഈജിപ്തിൽ തിരിച്ചെത്തി. അധികം താമസിയാതെ മാർക്ക് ആന്റണിയുടെ ഭാര്യാപദം സ്വീകരിച്ചു. അഗസ്റ്റ് സീസറിനെതിരായുള്ള യുദ്ധത്തിൽ പരാജയം ഉറപ്പായ നിമിഷം അവർ ആത്മഹത്യ ചെയ്തു. തുടർന്ന് ഈജിപ്ത് റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു അല്ലെ. അതിൽ ചെറിയൊരു ഹിന്റ് പറയുന്നുണ്ട് അല്ലെ. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ക്ലിയോപാട്രയെ പറ്റി അല്ലെ. അലക്സാണ്ട്രിയ നഗരത്തെ കുറിച്ചും പറയുന്നുണ്ട്. എസ്.കെ. പൊറ്റക്കാട് എഴുതിയത് അല്ലെ. അപ്പൊ അലക്സാണ്ട്രിയ കേൾക്കുന്നില്ല മിസ്സേ. സൗണ്ട് കേൾക്കുന്നില്ല. 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 കേൾക്കത്തില്ല മിസ്സേ. ഇല്ല മിസ്സേ. കേൾക്കുന്നില്ല മിസ്സേ. കേൾക്കത്തില്ല. ഒന്നും കേൾക്കത്തില്ല മിസ്സേ. ഒന്നും കേൾക്കത്തില്ല. ഓക്കെ, അപ്പൊ അലക്സാണ്ട്രിയ എന്തൊരു ആകർഷകമായ പേര്. ആകർഷകമായ പറഞ്ഞ എന്താ അർത്ഥം? അട്രാക്റ്റിംഗ്. ഓക്കെ, അതായത് ആകർഷിക്കുന്ന പറഞ്ഞാൽ അട്രാക്റ്റിംഗ്. ചിലവരെയൊക്കെ നമ്മ പറയാറുണ്ട് അല്ലെ, വല്ലാത്ത ആകർഷണം തോന്നുന്ന ഒരാളാണെന്ന് അല്ലെ. അവരെ ഏടും നമ്മൾ ശ്രദ്ധിക്കപ്പെടും. സൗന്ദര്യം എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു രസമുണ്ട് അല്ലെ, എന്തോ ഒരു സുഖം ഉണ്ടാവും, അതായിരിക്കും. അലക്സാണ്ട്രിയ എന്ന് പറഞ്ഞാൽ എന്തൊരു ആകർഷകമായ പേരാണെന്ന് അർത്ഥം. അങ്ങനെ ഞാൻ പറയുന്നത്. ഈ പേര് ഉച്ചരിക്കുമ്പോൾ ഒരു നർത്തകിയുടെ കാൽച്ചിലങ്ക കിലുക്കം കേൾക്കും പോലെ ഇല്ലേ? നർത്തകി പറഞ്ഞാരാ? നൃത്തം ചെയ്യുന്ന ആളല്ലേ. ഓക്കെ, ഡാൻസ് കളിക്കുന്നു പലരും. അപ്പോ നർത്തകിയുടെ കാൽച്ചിലങ്ക കിലുക്കം കേൾക്കും പോലെ ഇല്ലേ? നാരി എസ്.കെ. പൊറ്റക്കാടാണ് എഴുതുന്നത് അല്ലെ. കൗമാരകാലം മുതൽക്കേ എന്റെ അന്തരംഗത്തിൽ, അന്തരംഗം എന്താ അർത്ഥം? അന്തരംഗം മനസ്സ്. ഓക്കെ, എന്റെ അന്തരംഗത്തിൽ, അതെ മനസ്സ്. കൗതുക സ്വപ്നങ്ങൾ അണിയിച്ച ഒരു പേരാണ്
അലക്സാണ്ട്രിയ. നമുക്ക് തോന്നാറുണ്ട് അല്ലെ, ചില നഗരിയോടൊക്കെ നമുക്ക് കാണാൻ തോന്നാറുണ്ട്. ഇപ്പം ചിലവർക്ക് ഗൾഫ് കാണാൻ തോന്നും, ചിലവർക്ക് വിദേശ രാജ്യങ്ങളേതെങ്കിലും കാണാൻ തോന്നും. അതുപോലെ എസ്കേപ്പ് ഒറ്റ കാരണം അലക്സാണ്ട്രിയോട് വല്ലാത്ത ഒരു പ്രേമം ഉണ്ടായിരുന്നു അല്ലെ, അതാണ് പറയുന്നത്. അപ്പൊ കൗമാരകാലം മുതൽ ചെറുപ്പത്തിൽ തന്നെ ആർക്ക് എസ്കേക്ക് മനസ്സിൽ കൗതുക സ്വപ്നങ്ങൾ അണിയിച്ച ഒരു പേരാണ് ഏത്, അലക്സാണ്ട്രിയ നഗരം. പിന്നീട് ക്ലിയോപാട്രയെ പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അലക്സാണ്ട്രിയോടുള്ള അനുരാഗം എന്താ അനുരാഗം എന്ന് പറഞ്ഞ അർത്ഥം? ഇഷ്ടം, അനുരാഗം വർദ്ധിച്ചു. എന്റെ ആരാധനാപാത്രമായ ക്ലിയോപാട്രയുടെ നഗരിയാണ് അലക്സാണ്ട്രിയ. ആ അത്ഭുത നഗരിയിൽ ഒന്ന് കാലുകുത്താൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അല്ലെ. അദ്ദേഹത്തിനപ്പോ അലക്സാണ്ട്രിയയില് ഒന്ന് കാലുകുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പറഞ്ഞാൽ അവിടെ ഒന്ന് പോണെന്ന് തോന്നി അല്ലെ. അപ്പോ എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം അടുത്തത് അല്ലെ. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതായത് അലക്സാണ്ട്രിയയിൽ എത്തിയപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളും കാഴ്ചകളും കണ്ടു തീർന്നപ്പോൾ നിരാശയാണ് അനുഭവപ്പെട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? അതിന്റെ അടുത്ത ഖണ്ഡികയിൽ പറയുന്നുണ്ട് അല്ലെ. അഴുക്കും ദുർഗന്ധവും കച്ചവട തിരക്കും കൊണ്ട് അലങ്കോലപ്പെട്ട അലക്സാണ്ട്രിയയാണ് ഇന്ന് നിങ്ങളെ എതിരേൽക്കുന്നത്. ക്ലിയോപാട്രയുടെ മോതിരക്കല്ലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന അറബി നിങ്ങളെ സമീപിക്കുമ്പോൾ മാത്രമേ വിശ്വമോഹിനിയായ ക്ലിയോപാട്രയുടെ പേര് നിങ്ങൾ കേൾക്കുകയുള്ളൂ. മറ്റവിടെ ക്ലിയോപാട്രയുടെ ഒരു ഇതുമില്ല. അറബി മോതിരം വിൽക്കുന്ന മോതിരം കല്ലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വരുമ്പോൾ മാത്രമാണ് ക്ലിയോപാട്രയുടെ പേര് തന്നെ അവിടെ ഉച്ചരിച്ച് കേൾക്കുന്നത് എന്ന്. അപ്പോ എസ്കെ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല എന്നർത്ഥം അല്ലേ. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? 18-ാം വയസ്സിൽ ടോളമി രാജവംശ പരമ്പരയിലെ 7ാമത്തെ കിരീടമണിഞ്ഞ ക്ലിയോപാട്ര മഹാറാണി മാറിൽ ഒരു കൊമ്പൻ അണലി സർപ്പത്തെ കൊണ്ട് കടിപ്പിച്ച് മരണം വരിച്ചിട്ട് 2000 സംവത്സരങ്ങൾ കഴിഞ്ഞു. സംവത്സരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വത്സരം. 1000 സഹസ്രാബ്ദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഹസ്രം 1000 വർഷമാണ് സഹസ്രാബ്ദം അല്ലെ. നൂറ്റാണ്ട് ഏതാ? 100 വർഷം ഏതാ? ശതാബ്ദം. ശതം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 100. ശതാബ്ദാണ്. നെക്സ്റ്റ് 10 വർഷത്തിന് എന്താ പറയാന്നറിയോ? പതിറ്റാണ്ട്. പതിറ്റാണ്ട് അല്ലെങ്കിൽ ശതാബ്ദം പറയും പോലെ 10 ദശം എന്ന് പറയും. അപ്പൊ ദശാബ്ദം. ഓക്കെ, ദശാബ്ദം. അപ്പൊ പതിറ്റാണ്ട് അല്ലെങ്കിൽ ദശാബ്ദം എന്ന് പറയും. നൂറ്റാണ്ട് അല്ലെങ്കിൽ എന്ത്? ശതാബ്ദം. 1000 ആണ്ട്, 1000 ആണ്ട് എന്താ പറയുക? അല്ലെങ്കിൽ എന്ത് പറയും? സഹസ്രാബ്ദം. ഓക്കെ, അപ്പൊ 2000 സംവത്സരങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലേ. നെക്സ്റ്റ് എന്താ പറയുന്നേ? ആദ്യം തന്നെ നമ്മുടെ എസ്കെ പൊറ്റക്കാട് ഇതിൽ പറയുന്നുണ്ട് എന്ത്? അവർ ആത്മഹത്യ ചെയ്തു എന്നല്ലേ. മാറില് അണലി സർപ്പത്തെ കടിപ്പിച്ചിട്ടാണ്, പാമ്പിന്റെ കടിയേറ്റിട്ടാണ് അവര് മരിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട് അല്ലേ. പിന്നെന്താ പറഞ്ഞേ? ക്ലിയോപാട്രയുടെ അലക്സാണ്ട്രിയ സഹസ്രാബ്ദങ്ങളിലെ അതായത് 1000 വർഷത്തിലെ സ്വപ്നതരങ്ങളിൽ അന്തരിച്ചു പോയി അല്ലെ. 1000 വർഷങ്ങൾ കടന്നുപോയി അവര് മരിച്ചിട്ട്. പിന്നെയോ അന്തരിച്ചു പോയി. ക്ലിയോപാട്രയുടെ ശവകുടീരം എവിടെയാണെന്ന് ഇതേവരെ അറിവായിട്ടില്ല. മരണത്തിന് ശേഷം 2000-ഓളം ആണ്ടുകൾ കഴിഞ്ഞിട്ടും ആ വിചിത്ര വനിത ചരിത്രകാരന്മാരെയും ആരാധകരെയും വഞ്ചിച്ചുകൊണ്ട് എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു. ഒരു വിവരവുമില്ല അല്ലെ. അവരെവിടെയാ മരിച്ചതോ എവിടെയാണ് സംസ്കരിച്ച അങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല അവിടെ എന്നാ പറഞ്ഞത്. അപ്പൊ അത്ര മതിയല്ലേ, നമ്മുടെ സമയം കഴിയാറായി. അപ്പോ അത്രപ്പരയോ നമ്മളൊന്നും പറഞ്ഞിട്ടുള്ളൂ. അലക്സാണ്ട്രിയ എന്തൊരു ആകർഷകമായ പേര്. ഈ പേരുച്ചരിക്കുമ്പോൾ നർത്തകിയുടെ കാൽച്ചിലക്കം കേൾക്കും പോലെ ഇല്ലേ. കൗമാരകാലം മുതൽക്കേ എന്റെ അന്തരംഗത്തിൽ കൗതുക സ്വപ്നങ്ങൾ അണിയിച്ച ഒരു പേരാണ് അലക്സാണ്ട്രിയ. പിന്നീട് ക്ലിയോപാട്രയെ പറ്റി വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ അലക്സാണ്ട്രിയയോടുള്ള അനുരാഗം വർദ്ധിച്ചു. എന്റെ ആരാധനാപാത്രമായ ക്ലിയോപാട്രയുടെ നഗരിയാണ് അലക്സാണ്ട്രിയ. ആ അത്ഭുത നഗരിയിൽ ഒന്ന് കാലുകുത്താൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളും കാഴ്ചകളും കണ്ടു തീർന്നപ്പോൾ നിരാശയാണ് അനുഭവപ്പെട്ടത്. അഴുക്കും ദുർഗന്ധവും കച്ചവടത്തിരക്കും കൊണ്ട് അലങ്കോലപ്പെട്ട അലക്സാണ്ട്രിയയാണ്
ഇന്ന് നിങ്ങളെ എതിരേൽക്കുന്നത്. ക്ലിയോപാട്രയുടെ മോതിരക്കല്ലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന അറബി നിങ്ങളെ സമീപിക്കുമ്പോൾ മാത്രമേ വിശ്വമോഹിനിയായ ക്ലിയോപാട്രയുടെ പേര് നിങ്ങൾ കേൾക്കുകയുള്ളൂ. 18-ാം വയസ്സിൽ ടോളമി രാജവംശ വരമ്പയിലെ 7ാമത്തെ കിരീടമണിഞ്ഞ ക്ലിയോപാട്ര മഹാറാണി മാറിൽ ഒരു കൊമ്പൻ അണലി സർപ്പത്തെ കൊണ്ട് കടിപ്പിച്ച് മരണം വരിച്ചിട്ട് 2000 സംവത്സരങ്ങൾ കഴിഞ്ഞു. ഓക്കെ, അത്ര വരെ നിങ്ങളൊന്ന് നല്ലതുപോലെ വായിക്കേ. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു.